ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു കണ്ടുപിടുത്തം. ഒരൊറ്റ ദിവസം കൊണ്ട് 50 ലക്ഷം കോടിയോളം രൂപയാണ് നഷ്ടമായത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യങ്ങളാണ്. സമസ്ത മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിടിമുറുക്കി കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ആകാംക്ഷകളും ആശങ്കകളും ടെക് വിദഗ്ധർ പലപ്പോഴായിട്ട് പങ്കുവെക്കാറുണ്ട്. AI സാങ്കേതിക വിദ്യയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന അമേരിക്ക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള അമേരിക്ക, ഓപ്പൺ AI, ചാറ്റ് GPT, മെറ്റ AI, ആപ്പിൾ ഇന്റലിജൻസ് എന്നിങ്ങനെയുള്ള ചാറ്റ് ബോട്ടുകളൊക്കെ വികസിപ്പിച്ചെടുത്തത് അമേരിക്കയുടെ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ചൈനയിലെ ഹോങ്ഷോ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായി വന്നു. ഒരു പുതിയ AI ചാറ്റ് ബോട്ട് കണ്ടുപിടിച്ച് നിലവിലുള്ള ചാറ്റ് GPTയേക്കാളും വേഗതയും കൃത്യതയുമുള്ള ചാറ്റ് ബോട്ട്. അതാണ് ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ചാറ്റ് ബോട്ട്. ഇന്നോളം നിലവിലുള്ള സകല AI ചാറ്റ് ബോട്ടിനേക്കാൾ കൂടുതൽ വളരെ കൃത്യതയുള്ള വിവരങ്ങൾ കൈമാറുന്ന ഈ ഡീപ് സീക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വളരെ കുറഞ്ഞ നിർമ്മാണ ചെലവാണ് എന്നുള്ളതാണ്. ചെലവ് കുറവ് എന്ന് പറയുമ്പോൾ ഡീപ് സീക്ക് R1 എന്ന് പറഞ്ഞ മോഡൽ വികസിപ്പിച്ചെടുക്കാൻ ചൈനക്ക് $60 ലക്ഷം ചെലവ്. $60 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ ആയിട്ടല്ല. പക്ഷെ നിലവിലുള്ള ചാറ്റ് ബോട്ടുകളൊക്കെ അമേരിക്ക വികസിപ്പിച്ചെടുത്തത് 100 കോടിയിലധികം വരുന്ന ഡോളർ ചെലവാക്കിയിട്ടാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചൈനയുടെ ഈ $60 ലക്ഷം വളരെ ചെറിയ എമൗണ്ട് ആണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലൊക്കെ ചാറ്റ് GPTയുടെ ഒരു പ്രോ വെർഷൻ നമുക്ക് പേയ്മെന്റ് കൊടുത്ത് വാങ്ങാൻ ഒരു മാസത്തിൽ ഏകദേശം 2000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഏതൊരു മേഖലയിലും കോമ്പറ്റീഷൻ വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക്, അത് ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാവാറുണ്ട്. ചൈനയുടെ ഈ ഒരു കണ്ടുപിടുത്തവും ഈ മേഖലയിൽ വിപ്ലവം ഉണ്ടാക്കുമ്പോൾ അതും മന്ത്ലി പേയ്മെന്റ് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ചൈനയിലെ ഷാങ്ഹായ് എന്നൊരു ഗ്രാമത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ലോകത്തിലെ ഏറ്റവും മികച്ച ചാറ്റ് ബോട്ടുകളോട് മത്സരിക്കാൻ തക്കതായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് വികസിപ്പിച്ചെടുത്തത് ഈ മേഖല കുത്തകയാക്കി വെച്ചിരുന്ന അമേരിക്കയെ എത്രത്തോളം ബാധിച്ചു എന്ന് നോക്കാം. അമേരിക്കയിലെ നിലവിലുള്ള ചാറ്റ് ബോട്ടുകളെക്കാൾ കൂടുതൽ വേഗത്തിലും കൃത്യതയുള്ളതുമായിട്ടുള്ള വിവരങ്ങൾ തരുന്ന ഒരു ചാറ്റ് ബോട്ട് ചൈന വികസിപ്പിച്ചെടുത്തപ്പോ അമേരിക്കയിലെ ടെക് കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇൻവെസ്റ്റർ പിൻവലിച്ചിട്ട് ഡീപ് സീക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതോടെ അമേരിക്കൻ കമ്പനിയുടെ മൂല്യം ഇടിഞ്ഞു. ഇനി അമേരിക്കയിലെ NVIDIAയുടെ കാര്യം നോക്കാം. അമേരിക്കയിലെ ഏറ്റവും വലിയ AI കമ്പനികളിൽപ്പെട്ട ഒരു കമ്പനിയാണ് NVIDIA. ആ NVIDIAക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് 13% ഓഹരി ഇടിഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഏകദേശം $500 ബില്യൺ. ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ 50 ലക്ഷം കോടി രൂപ. NVIDIA നിർമ്മിക്കുന്ന ചിപ്പുകളൊക്കെ ചൈനയിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്നു. ചൈന ചിപ്പ് നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെ NVIDIAയുടെ മൂല്യങ്ങൾ ഇടിഞ്ഞു. ചൈന ചിപ്പ് നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ NVIDIAയിൽ നിക്ഷേപിച്ചിരുന്ന ആളുകളൊക്കെ ചൈനീസ് കമ്പനിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പൊ NVIDIAയുടെ മൂല്യം ഇടിഞ്ഞു. പിന്നെ ടെസ്ലയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ടെസ്ല കാർ വാങ്ങിക്കുക എന്നുള്ളത്. കാരണം അത്രമാത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് ടെസ്ല കാറുകൾ. ചൈനയുടെ ഈ ഒരു കണ്ടുപിടുത്തം കാരണം വളർന്നു വരുന്ന ചൈനീസ് വാഹന മേഖലയിൽ അമേരിക്കൻ ചാറ്റ് ബോട്ടുകളെ മാറ്റി നിർത്തി ചൈനീസ് ബോട്ടുകൾ ഉപയോഗിക്കും. അപ്പൊ ടെസ്ലയേക്കാൾ കൂടുതൽ താല്പര്യം ആളുകൾക്ക് ചൈനീസ് കാറുകളോട് വരും. അപ്പൊ ടെസ്ലയുടെ വളർച്ച കുറയും. ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് അമേരിക്കക്ക് മാത്രമല്ല നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അമേരിക്കക്ക് പുറമെ ജപ്പാന്, നെതർലാൻഡ്, ബ്രിട്ടന് തുടങ്ങി AI ചാറ്റ് ബോട്ടുകൾ വികസിപ്പിച്ചെടുത്തുള്ള സകല കമ്പനികൾക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. NVIDIAക്ക് മാത്രമല്ല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, നെതർലാൻഡിന്റെ ഒരു കമ്പനിയുണ്ട്, സെമി കണ്ടക്ടറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ആ കമ്പനിക്ക്, ലോകത്തുള്ള AI അധിഷ്ഠിതമായിട്ടുള്ള സകല കമ്പനികൾക്കും ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അറിയണമല്ലോ ഡീപ് സീക്ക് എത്രമാത്രം ചാറ്റ് GPTയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡീപ് സീക്കിനേക്കാൾ കൂടുതൽ കൃത്യതയുള്ള വിവരങ്ങൾ തരുന്നത് ചാറ്റ് GPT ആണെന്ന് തോന്നിയിട്ടുണ്ട്. ലോകത്തുള്ള ഏത് സംഗതിനെ കുറിച്ച് ചോദിച്ചാലും എന്തിനെ കുറിച്ച് ചോദിച്ചാലും കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്നുണ്ട്. ഡീപ് സീക്കില് നമ്മൾ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരുന്നുണ്ട്. പക്ഷെ ചൈനയുടെ അതിർത്തി പങ്കിടുന്ന ചില സംസ്ഥാനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, അരുണാചൽ പ്രദേശ് പോലത്തെ ചില സംസ്ഥാനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വിവരം ഡീപ് സീക്ക് തരുന്നില്ല. അതുപോലെ തന്നെ ചൈനക്കകത്ത പല കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള മറുപടി തരുന്നില്ല. പക്ഷെ ഈ വിവരങ്ങളൊക്കെ ചാറ്റ് GPTയിൽ തിരഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ചൈനയുടെ ഈ ഒരു കണ്ടുപിടുത്തം കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള ട്രംപ് അതിനേക്കാൾ വേഗത കൂടിയതും കൃത്യതയുള്ളതുമായിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്
$500 ബില്യൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഡീപ് സീക്കിനേക്കാൾ ചെലവ് കുറഞ്ഞതും കൃത്യതയുള്ളതുമായിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ ഇനിയും ലോകത്ത് വരാനുണ്ട് എന്നതിനുള്ള തെളിവ് കൂടിയാണത്. അങ്ങനെയാണെങ്കിൽ മാസം കൃത്യമായിട്ട് 2000 രൂപയോളം കൊടുത്ത് ഇന്ത്യയിൽ വാങ്ങിക്കുന്ന പ്രോ വെർഷനുകൾ വരും കാലങ്ങളിൽ വളരെ തുച്ഛമായ നിരക്കിൽ ഇത്തരം ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റും. കണ്ടുപിടുത്തങ്ങൾ അവസാനിക്കുന്നില്ല, കാത്തിരിപ്പുകൾ തുടരുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.